8th മന്ത് സ്കാനിങ്ങിൽ ഡോക്ടർ കുറച്ച് റെസ്റ്റ് പറഞ്ഞതിന് ശേഷം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള പരിപാടികളൊക്കെ വളരെ കുറവാണ്. റൂമ് ഹോള് എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കലാണ് ഇപ്പോഴത്തെ പതിവ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു കുഞ്ഞു പെട്ടിയിൽ കുറേ കമ്മലും മാലയും വളയും അധികം സാധനങ്ങളും എൻ്റെ തന്നെയാണ്. അമ്മയുടെയും കുറച്ച് സാധനങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ഒരു പെട്ടിയിലിരിക്കുന്നത് കണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെല്ലാം ഒന്ന് നല്ല വൃത്തിക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാമെന്ന്. സംഭവം കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ കുറച്ചേ ഉള്ളൂ എന്ന് തോന്നുകയാണെങ്കിലും അത്യാവശ്യം നമുക്ക് വേണ്ടതിലും അധികം സാധനങ്ങൾ അതിലുണ്ട് കേട്ടോ. അതിൽ കമ്മലുകൾ ഒഴിച്ച് ബാക്കിയുള്ള സാധനങ്ങൾ ഞാൻ അതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. കുറേ എന്താ പറയുക, നെറ്റിച്ചൂട്ടിയായിട്ടും അതൊക്കെ അഞ്ജുവിൻ്റെ കല്യാണത്തിനുള്ളതാണ്. എൻ്റെ അച്ഛൻ്റെ വാച്ച്, എല്ലാ സാധനങ്ങളും കൂടെ ഇങ്ങനെ കൊണ്ടു നടക്കാൻ പാകത്തിന് നമ്മളൊരു പെട്ടിയിൽ തന്നെ ഇട്ട് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് ഓർഗനൈസ് ചെയ്യാനായിരുന്നു പ്ലാന്. എല്ലാം ഇങ്ങനെ ചെയ്യുമ്പോൾ ഓരോ കമ്മലെടുക്കുമ്പോഴും നമുക്ക് ഓരോ ഓർമ്മ, ഇത് അതിന് വാങ്ങിയതല്ലേ, ഇത് ഇതിന് വാങ്ങിയതല്ലേ എന്നൊക്കെ. നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളെല്ലാവരും ഈ ഒരു ഇത് കഴിഞ്ഞ് വന്നതല്ലേ. ഒന്ന് നശിച്ചു പോയതിന് ശേഷം അല്ലെങ്കിൽ ഒന്ന് കേട് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് എല്ലാവർക്കും വേറൊരെണ്ണം കിട്ടിയിട്ടുള്ളൂ. അതൊരു മാലയാണെങ്കിലും വളയാണെങ്കിലും ഡ്രസ്സാണെങ്കിലും ഒക്കെ. പിന്നെയും കുറച്ചുകൂടെ വലുതായപ്പോൾ നമ്മുടെ അമ്മയ്ക്ക് വാങ്ങിത്തരാൻ പറ്റുമെന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയപ്പോഴാണ് നമുക്കധികം സാധനങ്ങളും കിട്ടിയിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് അമ്മ ഒത്തിരി സ്ട്രെയിൻ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യുമായിരുന്നു കേട്ടോ. ഞങ്ങളുടെയൊക്കെ കുഞ്ഞുകാലത്ത് അമ്മയ്ക്ക് ഒരൊറ്റ ഹെയർ സ്റ്റൈലേ ഉള്ളൂ, 2 സ്ലൈഡും ഒരു ക്ലിപ്പും ഇട്ടിട്ട്. ഞാൻ വിചാരിച്ചിരുന്നത് അതിൻ്റെ അമ്മയുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണെന്നാണ്. പക്ഷേ അത് അമ്മയുടെ സിഗ്നേച്ചർ ഹെയർ സ്റ്റൈലൊന്നും ആയിരുന്നില്ല കേട്ടോ. ഞങ്ങൾ 2 പെൺകുട്ടികൾക്ക് അതാത് പ്രായത്തിൽ ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിച്ച് തരാൻ വേണ്ടി അമ്മയുടെ ആവശ്യങ്ങൾ മനഃപൂർവ്വം മറന്നു കളയുമായിരുന്നു എന്ന് ഞങ്ങൾക്ക് പിന്നീട് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം എടുക്കുമ്പോൾ അയ്യോ ഞങ്ങളുടെ അമ്മയ്ക്കും വേണമല്ലോ എന്നുള്ളൊരു ചിന്ത നമുക്കിപ്പോൾ കുറച്ച് കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങളെക്കാൾ അടിപൊളിയായിട്ട് ഞങ്ങളുടെ അമ്മ നടക്കുന്നത് കാണാനാണ് ഞങ്ങൾക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഈ ലോകത്ത് നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ നെഗറ്റീവ്സ് മാത്രം കാണുന്ന കുറേ ആൾക്കാരുണ്ട്. അത് നാട്ടുകാരോ ബന്ധുക്കളോ കൂട്ടുകാരോ ആരും ആയിക്കോട്ടെ. അങ്ങനെയുള്ളവരെ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങ് അവോയ്ഡ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ സന്തോഷത്തിന് നടക്കണം. പറഞ്ഞ് നമ്മൾ ടോപ്പിക്കിൽ നിന്ന് കിട്ടൂലേ. അപ്പം നമ്മുടെ കമ്മലൊക്കെ ഓർഗനൈസ് ചെയ്ത് സെറ്റായിട്ട് ഇട്ടിട്ടോ. ഇവിടെ കുറേ ഒറ്റയാന്മാരുണ്ട്. ഇവൻ്റെ ബാക്കി കണ്ടുപിടിക്കണം. ഇനി അതൊരു വലിയ ടാസ്ക്കാണ്. ഒരു പുതിയ കുഞ്ഞു ബോക്സും വാങ്ങണം. എന്നിട്ട് ബാക്കി കൂടെ സെറ്റ് ചെയ്യണം. ഈ ടൈമിൽ ഇനി ബോക്സ് വാങ്ങി അതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. എങ്കിലും വീണ്ടും ഒരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം കേട്ടോ. ബൈ ബൈ.